ജയ 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 ഹേ ഗുരുവായൂരമ്പലനട എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ബിപിൻ ദാസിന്റെ രചനയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് വാഴ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ്. അപ്പൊ ചിത്രം തിയേറ്ററിലേക്ക് വന്ന് ഞാൻ കണ്ടതിന് ശേഷമുള്ള എന്റെ ഒരു ഒപ്പീനിയൻ ആണിത്. എന്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിൻമോഷായ്. വാഴ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ്. വാഴ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടായിരിക്കാം. ഒരുപാട് വീഡിയോകൾ കാണുന്നതും ഒരുപാട് വീഡിയോകൾ കേൾക്കുന്നതുമായിട്ടുള്ള ഒരു പേരാണ്. ഇതിനൊക്കെ ഉണ്ടാക്കിയ സമയത്ത് വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു എന്ന് പല വീഡിയോകളും കേട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഒരു പൊരുളും വെറുതെ അല്ല, വേസ്റ്റ് അല്ല എന്ന് പറയാനാണ് ഈ സിനിമ ശ്രമിക്കുന്നത്. ജയ 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 ഹേ ഗുരുവായൂരമ്പലനട എന്ന് പറയുന്ന സിനിമകൾക്കെല്ലാം ശേഷം ഡയറക്ടർ ബിപിൻ ദാസിന്റെ രചനയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് തിയേറ്ററിലൂടെ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയാണ് വാഴ എന്ന് പറയുന്ന സിനിമ. ഒട്ടേറെ പുതുമുഖങ്ങളാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. പുതുമുഖങ്ങൾ എന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം ഇത് ആദ്യമായിട്ട് കാണുന്ന ഫേസോ കാര്യങ്ങളൊന്നും അല്ല. പ്രേക്ഷകർ ഒരുപാട് നാളായിട്ട് കാണുന്ന, ഇൻസ്റ്റഗ്രാം എല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാരും കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ജോയ് മോന്, സിജു സണ്ണി, അതുപോലെ തന്നെ സാഫ് ബ്രോ, നമ്മുടെ ഹാഷിർ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാ ആ സാധനം ഹിറ്റാക്കി എടുത്ത ഹാഷിർ ആൻഡ് ടീം, അതുപോലെ തന്നെ നമ്മുടെ അനീസ് നെടുമങ്ങാട്, കോട്ടയം നസീർ, ജഗദീഷ് ഏട്ടന്, നോബി, അങ്ങനെ ഒരുപറ്റം ആൾക്കാരാണ് സിനിമയിൽ അണിനിരന്നിരിക്കുന്നത്. ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വെൽ ബാലൻസ്ഡ് കോമഡി, ഇമോഷണൽ ഡ്രാമ, എന്റർടൈനർ ആയിരുന്നു വാഴ എന്ന് പറഞ്ഞ സിനിമ. സിനിമ കണ്ട് ഇരിക്കുന്ന ആ 2-2.5 മണിക്കൂർ നമ്മളെല്ലാം മറക്കും. വളരെയധികം എൻജോയ് ചെയ്യുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും കൃത്യമായ ഇടവേളകളിൽ കോമഡി ഡെലിവറി ചെയ്യാനും അതുപോലെ തന്നെ ഇമോഷൻസിനെ വർക്ക്ഔട്ട് ചെയ്യാനും അതിലൂടെ പ്രേക്ഷകരെ പിടിച്ചിരുത്താനും അവർക്ക് ആ റൈറ്റിങ്ങിലൂടെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗംഭീരമായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വന്ന പുതിയ ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല, അവർ അതുപോലെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ജോയ് മോന്, സിജു സണ്ണി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിജു സണ്ണി ആണെങ്കിലും ജോയ് മോനൊക്കെ ആണെങ്കിലും ചില ഇമോഷണൽ സീൻസ് ഒക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛന്മാരായിട്ട് വന്ന അനീസ് നെടുമങ്ങാട്, നമ്മുടെ കോട്ടയം നസീർ, ജഗദീഷ് ഏട്ടന്, നോബി, ഇവരൊക്കെ അവർ അച്ഛന്മാരുടെ റോളുകൾ ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ വെൽ ബാലൻസ്ഡ് എന്ന് പറയാൻ കാരണം അതാണ്. ഒരു സൈഡിൽ ഈ പിള്ളേർ സെറ്റ് മുഴുവൻ കോമഡി കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പർ സൈഡിൽ ആ ഇമോഷൻസിനെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഇവരായിരുന്നു, ഈ കാരണവന്മാരായിരുന്നു. ഒരു രക്ഷയില്ല എന്റെ പൊന്ന്. സൂപ്പർ മൂവി. എല്ലാ ബോയ്സിനും കണക്ട് ആകുന്ന, അല്ലെങ്കിൽ എല്ലാ ബോയ്സിന്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് അതിന്റെ അകത്ത് കണക്ട് ആകുന്ന രീതിയിലാണ് ഇതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 90s കിഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ, നൊസ്റ്റാൾജി, നമ്മൾ പല പല നാടുകളിലേക്ക് നമ്മളെങ്ങനെ കൊണ്ടുപോകും. പക്ഷെ ഇതെങ്ങനെ എഴുതി എന്നാണ് എന്റെ ഒരു ആശ്ചര്യം. ബിപിൻ ദാസ്, കാരണം ഇത് കാണുന്ന സമയത്ത് ഇത് അവരോട് എന്തൊക്കെയോ ചെയ്തോളാൻ പറഞ്ഞിട്ട് ക്യാമറ കൊണ്ടുപോയി ഷൂട്ട് ചെയ്ത പോലാണ് തോന്നുന്നത്. കാരണം അതുപോലെ ഇൻസിഡന്റുകളാണ്. ഇതെങ്ങനെ എഴുതാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ ഒരു രസകരമായിട്ടുള്ള ഫാക്ടർ. എന്തായാലും ഞാൻ അതൊക്കെ കുറെ ചിന്തിച്ചു. ഗംഭീരമായിട്ട് റൈറ്റിംഗ് നടത്തിയിട്ടുണ്ട്. കാരണം എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഒരു വാഴ എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഗുണമുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ കൊറോണ സമയത്താണ് അതിനെ പറ്റി കൂടുതൽ പഠിച്ചത്. കാരണം വാഴയിലെ ഒരു സാധനം പോലും കളയാനില്ല, എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സാധനമാണെന്നുള്ളത് തിരിച്ചറിവ് നമുക്കുണ്ടായത് കൊറോണ സമയത്താണ്. അപ്പൊ അത് തന്നെയാണ് ശരിക്കും സിനിമ പറയാൻ ശ്രമിക്കുന്നത്. ഒരു സാധനവും മോശമല്ല എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എന്റെ വീട്ടുകാർ വെച്ചൊരു വാഴയാണ് ഞാൻ. അതിൽ പറയുന്നതിന് എനിക്കൊരു നാണക്കേടുമില്ല. കാരണം ഓരോ ആൾക്കാർക്കും, ഓരോ പ്രൊഡക്റ്റിനും, ഓരോ സാധനത്തിലും, ഓരോ ഇൻസെക്റ്റിനും, ഓരോ പുൽനാടിക്ക് പോലും എന്തെങ്കിലും ഈ ലോകത്ത് ചെയ്യാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടമ കാണും. അതുപോലൊരു കാര്യം എനിക്കും ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത് പറയുന്നതിനോ അല്ലെങ്കിൽ അതൊരു മോശം കാര്യമല്ല. അപ്പം എല്ലാ ഒരു കാര്യത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട്. അത് തന്നെയാണ് ഈ സിനിമയും പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ജേർണി, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മെസ്സേജ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നല്ലൊരു ഗുഡ് മെസ്സേജ് നൽകുന്ന ഒരു വളരെ മികച്ച രീതിയിൽ എഴുതപ്പെട്ട, എക്സിക്യൂട്ട് ചെയ്തപ്പെട്ട ഒരു ഗംഭീര കോമഡി ഇമോഷണൽ ഡ്രാമ ചിത്രം തന്നെയാണ് വാഴ. ചിത്രത്തിന് പോസിറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാം പോസിറ്റീവ് തന്നെയാണ്. അതിന്റെ മുകളിൽ പറയേണ്ട ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്ത കണ്ണൻ മോഹനാണ്. ഒരു രക്ഷയില്ല എന്റെ പൊന്നോ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് പോർഷൻ ഇത്ര ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന്. സാധാരണ ഇപ്പൊ 4 നടക്കുന്ന ഒരു സിറ്റുവേഷൻ അത് 4 കാണിക്കാറാണ് മിക്ക ഡയറക്ടേഴ്സും എഡിറ്റേഴ്സും ശ്രമിക്കാറ്, കൂടുതൽ കോംപ്ലിക്കേഷൻ വരുത്തണ്ട എന്ന് കരുതിയിട്ട്.
എന്നാൽ ഇവിടെ 4 ഇടത്ത് നടക്കുന്ന ഇൻസിഡന്റ് ഇന്റർകട്ട് ഇട്ട് ഓരോ സീൻ ബൈ അവിടെ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ച് അതിന് ശേഷം അതിന്റെ ഒരു ടൈലന്റ് പോലെ അതിന്റെ ആ ഇമോഷൻസിനെ ഓരോ രീതിയിൽ അതിനെ ഇമോഷൻസിനെ കണക്ട് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അതിന്റെ ഒരു എൻഡിങ്ങിൽ കൊണ്ട് നിർത്തുകയാണ്. ഐ തിങ്ക് ഒരു 45 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു ക്ലൈമാക്സ് തന്നെയാണ് സിനിമയ്ക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. വലിയ സർപ്രൈസ് ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ സ്പോയിലർ ഒന്നും അല്ല. ഒരു 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഇതിന്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ ആണ്. സൂപ്പറായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൻ മോഹൻ സൂപ്പർ വർക്ക്. എന്തായാലും തിയേറ്ററിൽ നിന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് ഇറങ്ങി വരാൻ പറ്റിയ, മനസ്സ് നിറഞ്ഞിറങ്ങി വരാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് വാഴ എന്ന് പറഞ്ഞ ചിത്രം. ഞാൻ കണ്ടത് നല്ലൊരു ക്രൗഡ് ഓഡിയൻസിന്റെ കൂട്ടത്തിലായിരുന്നു. പ്രിയദർശിനി തിയേറ്ററിൽ നിന്നാണ്, പാലക്കാട് പ്രിയദർശിനി തിയേറ്ററിലാണ് കണ്ടത്. ഫുൾ ആയിരുന്നു. അതുപോലെ എൻജോയ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ ഒരു ക്രൗഡ് ഓഡിയൻസിന്റെ കൂട്ടത്തിൽ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. OTT ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നല്ല സിനിമകൾ തിയേറ്ററിൽ വന്നതിന് ശേഷം അത് OTT വരുമ്പോൾ കളിയാക്കുന്നതാണ് ഒരു സ്റ്റൈലായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്യൂരിറ്റി തിയേറ്ററിൽ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.